ധനുഷ്കോടിയിലേക്കുള്ള ഈ യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. അതിന് കാരണം ധനുഷ്കോടിയുടെ സൗന്ദര്യമോ അതുമല്ലെങ്കിൽ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊന്നുമല്ല. പാമ്പൻ ദ്വീപസമൂഹത്തിൽ പാമ്പൻ ദ്വീപിൻ്റെ അങ്ങേയറ്റത്ത് ഒരുപക്ഷെ ഇന്ത്യയുടെ ആ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ തീരത്തോടെയുള്ള യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ മനോഹാരിതയുമെല്ലാം നമ്മെ ആകർഷിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പോലെ ഞാനും ആഗ്രഹിച്ചത് എന്തുകൊണ്ട് ഈ മനോഹരമായ തീരം ഉപേക്ഷിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതിനുത്തരം ഒന്നേ ഉള്ളൂ. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ആ കൊടുങ്കാറ്റ് 1964 ഡിസംബർ 15 സംഭവിച്ച ആ കൊടുങ്കാറ്റിൽ നാമാവശേഷമായത് ഒരു സംസ്കാരവും ഒരു ജനതയുമെല്ലാമായിരുന്നു. അതിൻ്റെ അവശേഷിക്കുന്ന തുടിപ്പുകളായി ആ ചർച്ചും ആ റെയിൽവേ സ്റ്റേഷനുമെല്ലാം ഇന്നും അവിടെ നിലകൊള്ളുന്നു, യാത്രികരെ വരവേൽക്കാനും ആ ചരിത്രത്തിൻ്റെ സ്പന്ദനമറിയാനും.